ഹായ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് മ്യൂസിയത്തിൽ നിന്നിട്ട് നമ്മളെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. കസക്കിസ്ഥാനാണ് ആള്. കുട്ടികളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഈ മുഗൾ ചരിത്രങ്ങൾ ശരിക്കും പഠിക്കാൻ പറ്റും. യോ പീപ്പിൾ സേ ഹായ് ഇന്ത്യ. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. അമീർ തിമൂറിൻ്റെ ചരിത്രങ്ങളായിരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു. അപ്പോൾ നമ്മളെ സിറ്റി വാക്കിംഗ് ടൂർ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളെത്തിയത് ഇത് അമീർ തിമൂർ സ്ക്വയറാണ് കാണുന്നത് കേട്ടോ. വലിയ പാർക്കാണ് ഇത്, അമീർ തിമൂർ മ്യൂസിയം. അപ്പം ഇന്ന് നമ്മൾ അമീർ തിമൂർ മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ അടുത്തത്. ഓക്കെ, അതിൻ്റെ പിക്ചറാണ്. അമീർ തിമൂർ മ്യൂസിയത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, ബസ്സുകളൊക്കെ വന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. അമീർ തിമൂറിൻ്റെ ചരിത്രങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏത് ഭാഗത്താണ് എത്തേണ്ടതെന്ന് നോക്കട്ടെ. ഇവിടെ വർക്കിംഗ് ഒന്നും കാണുന്നില്ല, ഇവിടെ വലിയ ജനം കാണുന്നില്ല. പുറത്തൊക്കെ കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്കാരും വരുന്നത് കാണുന്നില്ല. ഇവിടെ ഒരു ഡോറ് തുറന്ന് വെച്ച് കാണുന്നുണ്ട്. ഈ ആർട്ട് വർക്ക് മറ്റേതുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, സംഭവം സെറാമിക് വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടോയെന്ന് അറിയില്ല. ഇത്രയേ ഉള്ളൂ, ഉള്ളൊക്കെ ക്ലോസാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് താമസിച്ച ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ തൊട്ടടുത്താട്ടോ. അപ്പോൾ സിറ്റി വാക്ക് ടൂറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് അമീർ തിമൂർ മ്യൂസിയം. ഇതൊന്നും തുറന്നിട്ടില്ല, എന്താ സംഗതി എന്ന് അറിയില്ല. ചോദിച്ചോട്ടെ. അതിനെക്കൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ പുറത്തിരിക്കുകയാണ് ആൾക്കാരൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു. Assalamu alaikum. This baby is going where? Yeah, your students. Yeah. Going inside? Yes, going. Museum have inside? Yes. Okay. I am coming. What is your all name? I am from India. India. Okay. You people say hi India. Yes. Okay, name. Your name? Huh? What's your name? My name Muhammad Iqbal. Good name, huh? Bye. Teacher. Have a good day. Teacher, have a good day. Thank you. You speak English? Yeah. Okay. Which class studying? Okay. And why you came here? Good. You stay. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് മ്യൂസിയം. അമീർ തിമൂർ മ്യൂസിയത്തിൽ ടിക്കറ്റിൻ്റെ സ്ഥലത്തേക്കാണ്. ഹലോ, ടിക്കറ്റിൻ്റെ സ്ഥലത്താണ്. ടിക്കറ്റ് എടുക്കാൻ വരികയാണ്. എത്ര ചാർജ് നോക്കാം. അസ്സലാമു അലൈക്കും. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ കടക്കേണ്ടത്. എത്ര നോക്കാം ടിക്കറ്റ് ചാർജ്. എല്ലാത്തിനും ഇവർ ചാർജ് വാങ്ങിക്കുന്നുണ്ട്. 25,000 സോമാണ് ഒരാൾക്ക് ഇത് കാണാൻ. ഇത് ചാർജൊക്കെ ചെറുതാണെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. അനങ്ങിയ ചാർജാണ്. ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അമീർ തിമൂറിൻ്റെ മ്യൂസിയത്തിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് എടുത്ത്, ഇതൊക്കെ നമ്മളെ സിറ്റി വാക്ക് ടൂറിൽ വളരെ ഈസി ആയിട്ട് ഒരു ദിവസം ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഈ ടിക്കറ്റും വെച്ചാണ് നമ്മൾ കൗണ്ടർ. ഇതാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് നടക്കേണ്ട കൗണ്ടർ. ഹായ്, നമ്മൾ കടന്ന് വരുമ്പം ടിക്കറ്റ് കാണിക്കണം. ഹായ് മാം. അസ്സലാമു അലൈക്കും. Kerem? Нужен или не нужен? I don't know. Okay. It's okay. Thank you. Where go here? Okay. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട സ്ഥലമില്ലേ, അവിടേക്ക് ഇവിടെ ടിക്കറ്റിൻ്റെ ഇത് അയാൾ കയറി ഒരു കഷ്ണം അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ സ്റ്റെപ്പിലേക്ക് കയറുക. വാവ്, ഇത് വലിയ സംഭവം കേട്ടോ. പൈസ വാങ്ങുന്നത് വെറുതെ അല്ല, അവർ അതിനുള്ള ചിലവാക്കി വെച്ചിട്ട് തന്നെയാണ് വാങ്ങുന്നത്. ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വളരെയധികം നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ, കുട്ടികളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ
ഈ മുഗൾ ചരിത്രങ്ങൾ ശരിക്കും പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലുള്ളവർ എന്തായാലും അറിയേണ്ടതാണ് മുഗൾ ചരിത്രം എന്താണ്. അപ്പോൾ നമുക്ക് ശരിക്കും മുഗൾ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനോട് നമുക്ക് റെസ്പെക്റ്റോ അത് നമ്മളെ ഇന്ത്യയിൽ ഏത് രീതിയിലാണ് നമുക്ക് ഡെവലപ്പ് ഉണ്ടാക്കിയതെന്നൊന്നും നമ്മൾ അറിയുന്നില്ല സത്യത്തിൽ. ഇവിടെ വരുമ്പോഴാണ് ഇവരൊക്കെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇവർ നമ്മളെ നാട്ടിൽ വന്നതുകൊണ്ട് വന്ന മാറ്റങ്ങളും നമുക്കറിയാൻ പറ്റും. ഹായ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് മ്യൂസിയത്തിൽ നിന്നിട്ട് നമ്മളെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. കസക്കിസ്ഥാനാണ് ആള്. അപ്പോൾ ആളെ പേര് പറഞ്ഞേ അരുസാൻ. അപ്പോൾ ആൾ കസക്കിസ്ഥാനിൽ നിന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ദിസ് ഈസ് യുവർ ഫാമിലി? Yes, this is my mom. മാം. യാ ഹായ്, അസ്സലാമു അലൈക്കും. ദിസ് ഈസ് ഇത് അവരെ അമ്മാണ്. ഇതൊക്കെ ഫാമിലിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ വരെ ഫാമിലിയാണ്. ഓക്കെ, താങ്ക് യു. ഉണ്ട്, ഓക്കെ. അപ്പം പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അമീർ തിമൂറിൻ്റെ ഓരോ ഡീറ്റെയിലേക്ക് കിടക്കാം. ഇതാണ് അമീർ തിമൂർ. ആൾ ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആളെ ഹൈറ്റും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. സുൽത്താൻ അബൂ സെയ്ദ് മിർസോ അതിന് ശേഷമുള്ള ആളാണ്. അബ്ദുള്ള മിർസോ, അബ്ദുൽ ലത്തീഫ് മിർസോ, ഉലൂഗ് ബെഗ് മിർസോ. ഇതൊക്കെ മിർസോ ഫാമിലി കേട്ടോ. സാലിൽ സുൽത്താൻ മിർസോ, ഉമർ ഷേഖ് മിർസോ. അപ്പം ഇവരൊക്കെ ഇതുണ്ട്. സുൽത്താൻ അഹമ്മദ് മിർസോ, തിമൂരി ഷെസോദാലി, തിമൂരി പ്രിൻസസ്. അപ്പം അവരെ തുടർന്നുള്ള പ്രിൻസുകൾ, ഭരണാധികാരികളാണ് ഇവരൊക്കെ. സുൽത്താൻ മുഹമ്മദ് മിർസോ. അപ്പം ഇതാണ് ഇവരെ പാരമ്പര്യ ആൾക്കാർ, ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളെ കവാലി സോങ്ങിൽ നമ്മൾ ഹോജ എന്ന് പറയാറില്ലേ, ആ ഹോജൻ്റെ ഇവരെ പാരമ്പര്യത്തിൽ പെടുന്ന കേട്ടോ ഹോജ. അപ്പോൾ ഹോജ അഹമ്മദ് യസാവി, ഹോജ അഹമ്മദ് യസാവി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറിലാണ് കേട്ടത്. സംഭവം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, പഴയതെന്ന് പറഞ്ഞ് പൊട്ടിയതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വരച്ച് വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം കേട്ടോ. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ചരിത്രങ്ങളെ ഇവർ നോട്ട് ചെയ്ത് വെക്കുന്നത് ആരും മറന്നു പോകാതെ നിലനിൽക്കും എന്നല്ലാതെ അന്നത്തെ സംഗതികൾ ഒന്നും ആയിരിക്കണമെന്നില്ല. ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷനാണ്, ഇതൊന്നും പഴയതല്ല. മ്യൂസിയം ആക്കിയിട്ട് ഇവരതിനെ കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ഈ നമ്മൾ കയറി വരുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതുപോലെ സ്ട്രക്ചറിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും ഒരു ഭംഗിയുണ്ട്. അത് മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ എന്തെങ്കിലും സംഗതികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണമല്ലോ, തെളിവുള്ള സംഗതികൾ. ചരിത്രം മാത്രമല്ലാത്ത, ചരിത്രം ഉണ്ടാവും പക്ഷേ തെളിവുള്ള സംഗതികൾ കൂടി ഉണ്ടാവണമല്ലോ. അപ്പോൾ അതൊന്നും ഇതിൽ കാണുന്നില്ല അവിടെ. പക്ഷേ ആ കാലഘട്ടത്തിലെ രാജ്യം എങ്ങനെയായിരുന്നു, ഇവരെ എത്ര വർഷങ്ങളാണ് ഭരിച്ചത്, ആ സമയത്തെ മാപ്പ് അതൊക്കെ ഇതിലുണ്ട്. പക്ഷെ അത് റഷ്യൻ ഭാഷയിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രം. അപ്പോൾ അതിൽ ഇന്ത്യ ഉൾപ്പെട്ട മാപ്പൊക്കെ ഉണ്ട്. ബാബർ വന്നിട്ട് നമ്മളെ നാട്ടിൽ വന്ന കാലഘട്ടത്തിലുള്ള, അക്ബർ ഭരിച്ച കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അമീർ തിമൂർ മ്യൂസിയത്തിന് കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. അപ്പം ഇത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സിറ്റി വാക്ക് ടൂറിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഗതിയാണ്. ഇതിനൊക്കെ ചെറിയ ചെറിയ സമയങ്ങളെ ആവശ്യമുള്ളൂ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷൻ കാണാം, ഭയങ്കര ഹൈറായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണിത്. ആ കാലഘട്ടത്തിലുള്ള രാജസദസ്സും ആ സമയത്തുള്ള കൺസ്ട്രക്ഷനൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ നമ്മൾ 3 പ്രധാനപ്പെട്ട ലൊക്കേഷന് നമ്മൾ സിറ്റി വാക്കിംഗ് ടൂറിലൂടെ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡിൻ്റെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ള ഡിഫറെൻ്റ് എന്തെങ്കിലും ഫുഡിൻ്റെ അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അടിയിലും മുകളിലും ഒക്കെ തന്നെ കേട്ടോ. ഇത് 3 തട്ടിലാണ് ഇതുള്ളത്. ഈ കാണുന്നതൊന്നല്ല, അതിൻ്റെ അടിയിലേക്ക് നമ്മൾ പോയത് കണ്ടില്ലേ ടിക്കറ്റ് എടുക്കാൻ, അവിടെയൊക്കെയാണ് അതിൻ്റെ ഇതുള്ളത്. പുറമേ കാണാനൊന്നുമില്ല, ഒക്കെ ഉള്ളിലാണ്.
അപ്പോൾ എല്ലാവരും ടഷ്കൻഡ് എത്തിക്കഴിഞ്ഞാൽ ഇത് ഓർമ്മ വെക്കുക. ഒരു ദിവസത്തെ സിറ്റി വാക്കിംഗ് ടൂറ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതും കൂടിയാണ്.